നല്ല തിരക്കാണ്. ഒരു കല്യാണത്തിന് വന്ന എഫക്റ്റാണ് ഇവിടെ. മണവും നല്ല കല്യാണ മണമുണ്ട് ഇവിടെ. എനിക്ക് അങ്ങനെ ഇഷ്ടമായി. ഹായ് ഗായ്സ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖാണോ? പമ്പാടി നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മള് ഒരു കട, അവിടെ ഒരു സ്പെഷ്യൽ ബഫേ ഉണ്ട്, അത് ട്രൈ ചെയ്യാനാണ്. തമിഴ്നാടൻ ബഫേ ആണ്. അതെ, വാഴയിലാണ് അവർ തന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക് 4 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3:25 ആവുന്നുണ്ട്. ഇനി വേസ് നമ്മൾ ആത്മവിശ്വാസത്തോടു വേണമേ പോവാണ്. ഗൈസ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഒരു കല്യാണത്തിന് വന്ന എഫക്റ്റാണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. മൊത്തം നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ പഴയ തമിഴ് പാട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ലൈറ്റും കരിമ്പിൻ്റെ തണ്ടും ഒക്കെ വെച്ചേക്കുന്ന വെച്ചാൽ ഈ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന കടകളൊക്കെ ഇല്ലേ, ആ ഒരു കടകളുടെ ആ ഒരു എഫക്റ്റ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം എനിക്കങ്ങ് വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് കാണാനും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല തിരക്കാണ് കയറി വരുന്നോടത്ത്. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയതാണെങ്കിൽ നല്ലൊരു ബൂത്ത് ഏരിയയാണ് കിട്ടിയത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഇത് ഫസ്റ്റ് അവർ വെച്ചിട്ട് പോയ സാധനമാണ്, എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. സാധനം എന്തൊരു അടിപൊളി ചമ്മന്തിയാണ്. എനിക്ക് എന്നിട്ട് മനസ്സിലായില്ല എന്താന്ന്, പക്ഷെ സംഭവം പൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഡ്ഡലി ദോശ അതിന്റെ ഒക്കെ കൂടെ പുളിയായിരിക്കും സാധനം. പിന്നെ അച്ചാറാണെന്ന് എനിക്ക് കാണാം. അതെ, നാരങ്ങ അച്ചാർ തന്നെ. അയ്യോ, ഇവരെന്താ ഫുഡ് ഉണ്ട് തരത്തെ? ഫുഡ് തായോ? ഇവിടെ ക്ഷമല്ലാണ്ട് ഇവിടെ ഇരിക്കണ ഞങ്ങള്. How long you guys are having this restaurant? It's been a month, ma'am. And this thali we are doing from like last 2 weeks. Oh, so you recently started only? Yeah, this month. Oh, okay. That's a very good starter. ഓ, ചിക്കൻ 65 ആണ് നമ്മൾ ക്രേവ് ചെയ്യുന്ന സാധനം. ഇത്രയും ഫ്രഷ് ബനാന ലീഫ് ഞാൻ ഇവിടെ തന്നെ ഇട്ടായിട്ട് കാണുന്നത്. അയ്യാ, എന്റെ കൈ പൊള്ളി. ഇത് ജസ്റ്റ് ഇപ്പൊ എണ്ണേന്ന് എടുത്തോണ്ടെങ്കിൽ വന്നെങ്ങനെയാട്ടോ. എന്നാൽ സെയിം നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട്. നമ്മള് കിച്ചണർ ഒരു കടയുടെ പേരൊന്നും ഞാൻ പറയണില്ല, പക്ഷെ നന്നായിട്ട് അവരും കൊടുക്കുന്ന ഫുഡ് തന്നെയുണ്ട്. പക്ഷെ കിച്ചണർ കടയിൽ നമ്മൾ ചിക്കൻ 65 വാങ്ങിച്ചിട്ട് ഇത്രയാണ് നമ്മൾ $14 നമുക്ക് കിട്ടിയത് അല്ലേ? $14 നമുക്ക് കിട്ടിയ ആ പോഷൻ നമുക്ക് ഇത് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ച ആദ്യം തന്നെ തന്നു. ഐ എം സോ ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. White rice or biryani? I don't have any way to pull it.
താങ്ക് യു. നമുക്ക് ചിക്കൻ ബിരിയാണി തന്നെയാണ് കിട്ടിയിരുന്നത്. ചിക്കൻ കറിയും കൂട്ടി ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാം. ഇതെല്ലാം ഒന്നാന്തരം തമിഴ്നാടൻ സ്റ്റൈല് ബിരിയാണി. ആ ഞാൻ ലാസ്റ്റ് നാട്ടിൽ പോയപ്പം നമ്മളെ പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കഴിച്ച ബിരിയാണിന്റെ ടേസ്റ്റ് ഈ സംഭവം പൊളിയാണ്ടോ. ഇത് വന്ന് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടേരുള്ളവരെന്തായാലും വന്ന് ട്രൈ ചെയ്യണം. നമുക്ക് പൊറോട്ട, ഈ കളിയിൽ എല്ലാം ഉണ്ട് കേട്ടോ. പൊറോട്ട കിട്ടിയാണ്. പൊറോട്ട $15 ഒരു ഇച്ചിരി ഞവണിങ്ങാൻ പാത്രത്തിൽ ഇച്ചിരി ചോറും ചിക്കനും നമുക്ക് കിട്ടണം. അതിനകത്താണ് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ. ചിക്കൻ കറി സൂപ്പർ കേട്ടോ. അതെ, ചിക്കൻ കറി അടിപൊളിയാണ്. അത് നല്ല മറത്തരച്ച കറി. ആ കറിയാണിത്. ആ കറിയാണ് ഈ കണ്ടത്. അതെ, ഞാൻ 4 മണിക്ക് അപ്പോയിന്റ്മെന്റ് നോക്കിയിട്ട് 4:30 അവിടെ എത്തിയ. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോണ ഒരു കാര്യമാകുമ്പോ നമ്മളിങ്ങനെ എത്തിയില്ല കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമല്ലോ. അങ്ങനെയാണല്ലോ, എല്ലാരും അങ്ങനെയാണ്. അതാണ് ഇപ്പൊ വന്നില്ല. അതെങ്കിൽ ഭയങ്കര ഒരു മിസ്സിംഗ് ആണ്. താങ്ക് യു. എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറി മറ്റേ നമ്മുടെ നാട്ടിലെ മറ്റേ അഞ്ചിത്തറൊക്കെ വെട്ടിന്ന് നോമ്പിനും എന്നെ പോലത്തെ ചിക്കൻ കറി, മനസ്സിലായോ? അങ്ങനെ നാട്ടില് ഇഷ്ടം പോലെ മുസ്ലിംസും ഹിന്ദുസുമാണ്. ക്രിസ്ത്യൻസ് കുറവാണ് നമ്മളെ നാട്ടില്. അപ്പം നമ്മുടെ വീടിന്റെ ചുറ്റും മുസ്ലിംസ് ഉണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഹിന്ദുസും മുസ്ലിംസാണ് കൂടുതലും. നമുക്ക് എല്ലാ കൊല്ലവും ഇഷ്ടം പോലെ നോമ്പോറേന്റെ ഫുഡ് കിട്ടും. അവിടെ ഒരു വീടുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്. അവരാണ് 27-ാം തീയതി രാത്രി അപ്പൊ നമുക്ക് നോമ്പോറയ്ക്ക് കിട്ടുമായിരുന്നു ഒരു ചിക്കൻ കറി. അതിങ്ങനെ പത്തിയിൽ കുതിർത്തി കഴിക്കണം ചിക്കൻ കറി കിട്ടും. ആ ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറി. ആ ചിക്കൻ കറിയാണ് ഗൈസ് ഈ ചിക്കൻ കറി. താങ്ക് യു. താങ്ക് യു. ഇതിപ്പോ പറയുന്ന എടുത്തുകൊണ്ട് വന്നാ അവര് ഫ്രയർ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ചിക്കൻ 65ഉം ചിക്കൻ കറിയാണ്. പൊളി സാധനമാണ്. ബിരിയാണി ഒന്നും ഇവിടെ മൈൻഡില്ല ഗൈസ്. ബിരിയാണിക്ക് മൈൻഡില്ല. അതുപോലെ തന്നെ എന്താ വഴുതനങ്ങക്കറി ഉണ്ട്, ഒന്നിവിടെ മൈൻഡില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് കഴിച്ചിട്ട് വരാട്ടാ.
ഒന്നും തിന്ന് തീർക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, ഇനി 65 എന്നൊന്നും പറയില്ല. 65 തീർത്തിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഞാൻ മടുത്തൊക്കെ. ഇത് പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള മാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിയാലോ തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. It was so good. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഫിഷ് കറി എനിക്ക് ഇഷ്ടപ്പെടില്ല. ഫിഷ് കറി പോരാ. ഇത് ഇവരെ കൊണ്ടാണ് തിന്നു നിർത്താൻ പറ്റാത്ത അത്ര ഫുഡാണ് ഇവര് വേസ്റ്റ് ചെയ്തത്. ഞാൻ ഈ 4 ചിക്കൻ 65 പീസ് കൂടെ തിന്നണം, പിന്നെ ഈ കേസരിയും തിന്നണം, പിന്നെ ഈ പായസം കൂടെ കുടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. Dead man. ഒരു സാധനം പോലും എന്നെ കേറില്ല. ടോട്ടലി ഡെഡ്. എന്റെ വയറ്റിന്റെ ഇടയിൽ ഒരു ഇഞ്ച് സ്ഥലമല്ല എന്നിട്ടാണ് ഈ നാർക്ക് ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൊടുക്കാറില്ല. അയ്യോ, പൈനാപ്പിൾ കേസരി സൂപ്പറാണ്. അതുപോലെ തന്നെ സേമിയ, ഇവര് ഭയങ്കര ലൈറ്റ് സേമിയാണ് ഉണ്ടാക്കണേ. നമുക്കിങ്ങനെ വെള്ളം പോലെ കുടിക്കാൻ പറ്റുന്ന സേമിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കണം. വിത്ത് ലവ് എന്നൊക്കെ പറയാം, അതുപോലെയാണ് അവർ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനായിട്ട്. എനിക്ക് മൊത്തം ഫുഡില് ആകെപ്പാടെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു സാധനമുള്ളൂ, ഫിഷ് കറി. ഫിഷ് കറി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു ഒന്നാന്തരം മലയാളി കൊച്ചായതുകൊണ്ട് തന്നെ എനിക്ക് മീൻ നന്നായിട്ട് ആക്കിയാലാണ് എനിക്ക് മീൻ പറ്റത്തുള്ളൂ. സംഭവം മൊത്തത്തിൽ സൂപ്പറായിരുന്നു. ചിക്കൻ 65 ഒക്കെ ടോപ്പ് നോച്ച് സാധനമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കൻ 65 ചിക്കൻ കറിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നത്. പിന്നെ എനിക്ക് ഇവരുടെ സർലാസും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചിക്കൻ 65 ആണ് താരം. ആക്ച്വലി നമ്മൾ മൾട്ടിപ്പിൾ ടൈം ചിക്കൻ 65 വാങ്ങിച്ചു. പിന്നെ ഈ ചമ്മന്തി നല്ലതാണ്, നമ്മുടെ നാരങ്ങാച്ചാറ് നല്ലതാണ്. മൊത്തത്തില് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ സാധനം ഫിഷ് കറിയാണ്. മട്ടൻ നീ കഴിച്ചായിരുന്നു? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മട്ടൺ? മട്ടനും yeah too. You want more? No. Okay, cut it. അതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഫിഷും മട്ടനുമാണ്. മട്ടൻ അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അമ്പാട്ടി പറഞ്ഞത്. ഫിഷും അവന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചിക്കൻ പക്ഷെ 59 സൂപ്പർ കൊടുത്താണ്. കാരണം 59 നമുക്കിവിടെ ഒരു ഷവർമ്മ, അതിൻ്റെ കൂടി സാലഡും കുറച്ച് സോസും, ആ സോസ് എക്സ്ട്രാ സോസ്. ശരിയാ, ഏത് സാധനം ശരിയാ. സാധാരണ ഷവർമ്മയുടെ ഒരു ഇച്ചിരി എക്സ്ട്രാ സോസ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ $1 കൊടുക്കണം. താങ്ക് യു. അപ്പൊ നമുക്ക് എക്സ്ട്രാ $1 കൊടുക്കണം. എക്സ്ട്രാ കുറച്ച് സോസ് വേണമെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനുള്ള സ്ഥലത്ത് ഇത്രയും ഫുഡ് 15.99 ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വർത്താണ്. ഭയങ്കര എന്താ പറയാ, സർപ്രൈസാണ് അതൊക്കെ. വേറെ എന്താ ഇതിനെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അടിപൊളിയാണ് ഫുഡ്. നിങ്ങൾ വന്ന് ഇത് എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ വന്ന് ട്രൈ ചെയ്യണം എന്നാണ്. ഇവിടെ അത്യാവശ്യം വൈബും നല്ല രസമുണ്ട്. മൊത്തത്തിൽ മണവും ഒക്കെ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോണ ഒരു മണവും, അതുപോലെ അതെ ചൂടൻ സേമിയ പായസം. ഇത് ഉള്ളിലോട്ട് കയറ്റാനുള്ള ഇടയൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒഴുക്ക് വിടുവാണ്. മൊത്തം അടിപൊളിയായിരുന്നു. I'm very happy with the food. I'm very glad I made it here though. രണ്ടാമത്തെ പായസം
ഡപ്പകൾ മാത്രം ഇവിടെ ഉള്ളത് നിങ്ങൾ കാണണം. ഞാനും ഇല മടക്കിയിരിക്കുന്നു. ഒരു ബ്രദർ വയറ് നിറച്ച് മുട്ട വയറ് ഇവിടെ കണ്ടു. എനിക്ക് അത്രയും വയറിന്റെ നിറച്ചിട്ടുണ്ട്. നമ്മളെ ബില്ല് വന്നേക്കുന്നത് 3 നാള് നോൺ വെജ് താലി വെച്ചിട്ടാണ്. $47 ആയിട്ടുള്ളൂ. യൂഷ്വൽ സിനാരിയോയിൽ നമുക്കിതൊരു $75 തന്നെയാണ് 3 നാള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ. ആൻഡ് ഇൻ ദാറ്റ് കേസ് ദേ റിയലി ഡിഡ് എ വെരി ഗുഡ് ജോബ്. ബിക്കോസ് എന്താ പറയാ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ 65ഉം ചിക്കൻ കറിയാണ്. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഈ പ്രൈസിന് ഇവിടെ കാനഡയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം, നമുക്കൊരു ഷവർമയൊക്കെ കിട്ടത്തുള്ളൂ. അതിനൊരു എക്സ്ട്രാ സോസ് വേണമെങ്കിൽ നമ്മളിപ്പോൾ $1 വെച്ച് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതൊരു ഭയങ്കര വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് പല സ്ഥലങ്ങളെയും ബൊഫ ട്രൈ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇവിടുത്തെ ബൊഫ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തത് മാത്രമല്ല, ശരിക്കും നമുക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെയൊക്കെ കസിൻസ് പാലക്കാട് സൈഡാണ്. അപ്പം അവിടെയൊക്കെ അവരുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫുഡ് ആ ലെവലാണ് നമുക്ക് കിട്ടുന്ന. അച്ചാറ്, കേസരി, അത് പൈനാപ്പിൾ കേസരിയൊക്കെ സൂപ്പർ സാധനമായിരുന്നു. അതുപോലെ സേമിയ പായസം, എൻ്റെ പൊന്നോ സേമിയ പായസം നമ്മൾ എത്ര ഡപ്പ വാങ്ങിച്ച് കഴിച്ചു എന്ന് ആ ചേച്ചി മടുത്തുണ്ടാവും നമുക്ക് തന്നു. അത്ര നമ്മൾ വാങ്ങിച്ചു കഴിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, I'm really glad I came here. You guys should. It's a must try, guys. എന്തായാലും ട്രൈ ചെയ്യാണ്ടിരുന്നത് നിങ്ങൾക്ക് ഇറ്റ്സ് എ ലോസ് ഫോർ യു. I honestly would say that because ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ബട്ട് വന്നത് വാസ് എ ബെസ്റ്റ് ഡിസിഷൻ. ഐ എം വെരി ഹാപ്പി അബൌട്ട് ശക്തി. ആൻഡ് ഇവരുടെ സെറ്റപ്പും ഭയങ്കര സൂപ്പറാണ്. നമ്മളെ കാണാനായിട്ടും നല്ല രസമാണ്. അതുപോലെ തന്നെ ആൾക്കാർ ഭയങ്കര നൈസാണ്. അവരാണെങ്കിലും വന്നിട്ട് ഇപ്പൊ സാധാരണ ഒരു കടയിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു 1-2 പ്രാവശ്യമൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമായിരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്. ഇവരൊരു നമ്മളാ കഴിച്ചോണ്ടിരുന്ന നേരം കൊണ്ട് ഒരു 3-4 ആൾക്കാര് മാറി ഒരു 10 പ്രാവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവൂലടാ. 10 പ്രാവശ്യം അത് കുറച്ചുകൂടി പോയി. 1 മിനിറ്റിൽ 5 വട്ടം കൂടി പോയി. 5 മിനിറ്റിൽ 1 വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളോട് അത്രയും ചോദിക്കുന്നുണ്ടായിരുന്നു. അത്ര അറ്റൻറ്റീവ് ആയിരുന്നു അവര്. And I'm really glad about this place. So I promote this place. It's a very good place. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ വണ്ടിയുടെ ഒരു ചാർജറും കണ്ടുപിടിച്ച് പോണം. ജസ്റ്റ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവർക്ക് സാറ്റർഡേ സൺഡേസില് 12 to 4 ആണ് ഇവരുടെ ഇതുള്ളത്, ബൊഫേ ഉള്ളത്. നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും വിളിച്ച് പറഞ്ഞിട്ടേ വരണം. വിളിച്ച് പറയാണ്ട് ഇങ്ങോട്ട് വരണ്ട ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. വിളിച്ച് പറഞ്ഞ് റിസർവേഷൻ എടുത്തിട്ടേ വരാവുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ വരണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് സെയിം പ്രോബ്ലം ആണ് ഞാൻ ഫേസ് ചെയ്തത്. ഇതാണെങ്കിൽ കറക്റ്റ് നേരെ എയർപോർട്ട് റോഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഇറ്റ് ജസ്റ്റ് ടേക്സ് 1 hour, സ്ട്രേറ്റ് 1 hour ഇവിടെ എത്താനായിട്ട് കിച്ചണറിൽ നിന്നൊക്കെ എടുക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻ എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടില്ല. കാരണം ഇവിടെ ഭയങ്കര ഒരു ഫ്രണ്ടിൽ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വാക്കിനിപ്പോ ഇല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഐ എം വെരി ഗ്ലാഡ്. I would suggest you guys try this place. It's a wonderful place. I love this eating culture. പിന്നെ ഇവരുടെ മൊത്തം ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റും എല്ലാം കൂടെ കൂടി ഐ എം വെരി ഗ്ലാഡ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത 1-2 സാധനങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഫിഷ് കറിയാണ്. ഫിഷ് കറി മേ ബി അത് എൻ്റെ സ്റ്റൈലിൽ ഫുഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അതാവാനും ചാൻസ് ഉണ്ട്. ബട്ട് എന്തായാലും എനിക്ക് ഫിഷ് കറി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്പാടിക്ക് മട്ടനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അമ്പാടി പറഞ്ഞത്. അതർ ദാൻ ദാറ്റ് ചിക്കൻ്റെ എല്ലാ സാധനവും പൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അപ്പൊ വാ നമുക്ക് വീട്ടിൽ പോവാം. അതെ, ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടായാലോ. അതെ.